തേനിന് രോഗശാന്തി ഗുണങ്ങളുണ്ട്. തേനീച്ച പലവിധം പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ജ്യൂസുകൾ ശേഖരിക്കുന്നു. എന്നിട്ട് സ്വന്തം ശരീരത്തിൽ വെച്ച് തന്നെ തേനുണ്ടാക്കുന്നു. എന്നിട്ട് മെഴുകു കോശങ്ങളിൽ അത് ശേഖരിക്കുന്നു. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനുഷ്യൻ മനസ്സിലാക്കിയത് തേനീച്ചയുടെ വയറിൽ നിന്നാണ് തേൻ വരുന്നതെന്ന്. ഈ കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതാണ്. തേനീച്ചയുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള ഒരു പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. അൽ ഖുർആൻ 16-ാം സൂറത്ത് 69-ാം ആയത്ത്. നമുക്ക് ഇപ്പോൾ അറിയാം തേനിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന്, കൂടാതെ നേരിയ ആന്റിസെപ്റ്റിക് ഗുണങ്ങളുമുണ്ടെന്ന്. 2-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യക്കാർ അവരുടെ മുറിവുകൾ മറയ്ക്കാൻ തേൻ ഉപയോഗിച്ചിരുന്നു. ആ മുറിവുകളിൽ ഈർപ്പം നിലനിൽക്കുകയും വളരെ കുറച്ച് വടു പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. തേനിന്റെ സാന്ദ്രത കാരണം ഒരു ഫംഗസോ ബാക്ടീരിയയോ മുറിവുകളിൽ വളരുകയില്ല. ഒരു പ്രത്യേക ചെടിയുടെ അലർജിയാൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് ആ ചെടിയുടെ തേൻ നൽകുകയാണെങ്കിൽ ആ വ്യക്തി അലർജിയോടുള്ള പ്രതിരോധം വികസിപ്പിക്കും. തേനിൽ ധാരാളം ഫ്രൂക്ടോസും വൈറ്റമിൻ കെയും ഉണ്ട്. തേൻ, അതിന്റെ ഉത്ഭവം, ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഖുർആനിലെ അറിവ് അത് അവതരിക്കപ്പെട്ട സമയത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു.